ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഓണം കളക്ഷൻസിന്റെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ട് ധാവണി സെറ്റുകളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ ഓണം തൊട്ടിട്ട് ഓണം വിഷുവിന് എല്ലാം ട്രെൻഡിങ്ങിലായിരുന്നു ധാവണി. അപ്പോൾ ഇത്തവണ ധാവണി തന്നെയാണ് എല്ലാവരും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് സെറ്റുകൾ നമുക്ക് കാണാം. അത് ധാവണിയായിട്ട് മാത്രമല്ല, നമുക്ക് ഷോളി വേണ്ട എന്നുണ്ടെങ്കിൽ പട്ടുപാവാടയായിട്ട് യൂസ് ചെയ്യാം. ഈവൻ ഷോൾ വാങ്ങിയാൽ ധാവണിയായിട്ടും പട്ടുപാവാടയായിട്ടും കുട്ടികൾക്ക് നിങ്ങൾക്ക് പെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ കുറച്ച് അഡീഷണൽ ടോപ്പ് കൂടി പെയർ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മോഡൽ കാണാം. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇതല്ല, നല്ല ട്രഡീഷണൽ ടിഷ്യൂ മെറ്റീരിയലിൽ, അതും ഈ ഒരു ടിഷ്യൂ മെറ്റീരിയലിൽ ഒരു ചേഞ്ച് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടും ഗോൾഡൻ കളറാണ് ഈ ഒരു ടിഷ്യൂവിന് വരുന്നത്. നോർമലി നമുക്ക് ക്രീം കളറിലുള്ള ടിഷ്യൂ മെറ്റീരിയൽസ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഇത് നല്ല ഗോൾഡൻ കളർ വന്നിട്ട് ഇതുപോലെ ഇവിടെ ഒരു മാംഗോ ഡിസൈൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ മെറ്റീരിയൽ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. ഇതിന് പകരം വേറെ ഡിസൈൻ നമ്മളുടെ അടുത്തുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. അതുപോലെ നല്ല ഗോൾഡൻ കളറിൽ ഈ ഒരു ബോർഡർ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല വൈറ്റിലാണ് നമ്മളുടെ ഈ ഒരു മാംഗോ ഡിസൈൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ നന്നായിട്ട് തന്നെ വിസിബിൾ ആവും. അതുപോലെ നമ്മളിത് വേസ്റ്റ് ഇലാസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. ഇതും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇലാസ്റ്റിക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുട്ടികളുടെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഹുക്ക് വേണമെങ്കിൽ വെക്കാം, ഇലാസ്റ്റിക് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈ ചെയ്യുന്ന ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. അതുപോലെ പ്ലീറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, നല്ല ചെറിയ, ഇത് എൻ്റെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു, ചെറിയ പ്ലീറ്റ്സ് വേണം ഇടാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അത് നമ്മൾ പ്രസ് അയൺ ചെയ്തിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയും പ്ലീറ്റ്സ് നമ്മളിതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെറ്റീരിയലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. നല്ലോണം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോട്ടൺ ലൈനിങ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അവർക്ക് ഒരിക്കലും ഇറിറ്റേഷനോ അല്ലെങ്കിൽ ചൂടൊന്നും തന്നെ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ഈ ടോപ്പ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതെ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. നല്ല, അതായത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വീഡിയോയിലുള്ള പോലെയാണോ എന്ന് അറിയില്ല, നല്ല ബോട്ടിൽ ഗ്രീൻ ആണ്, നല്ല ഭംഗിയുള്ള മെറ്റീരിയലുമാണ്. ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയലിൽ ഇതുപോലെ ബൂട്ട വർക്ക്, അത് സീക്വൻസിലാണ് വന്നിട്ടുള്ളത്. ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്, സെൽഫ് ഡിസൈൻ ഉള്ളത്. എന്നിട്ട് നെക്ക് നമ്മൾ സ്വീറ്റ് ആർട്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കസ്റ്റമർ പ്രിഫറൻസ് ആയിരുന്നു. ഈ ഒരു നെക്ക്, നിങ്ങളുടെ നെക്ക് എന്താണോ നമ്മൾ അതിനനുസരിച്ചിട്ട് ചെയ്ത് തരും. അതുപോലെ തന്നെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം ലൈനിൽ നമ്മളൊരു സ്കാലപ്പ് വന്നിട്ടുള്ള ഒരു ലേസ് നമ്മുടെ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ടില്ലേ, ഈ ഒരു ഹാങ്ങിങ് നമ്മളിത് ഗോൾഡൻ ബീഡ് വന്നിട്ടുള്ള ഹാങ്ങിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ട് ഈ ഹാങ്ങിങ്ങിൽ തന്നെ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്തോ ഈ ഒരു ടോപ്പിലേക്ക് ഈ ഒരു സ്കേർട്ടിന് ഈ ഒരു ഹാങ്ങിങ് ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ ഒരു ഹാങ്ങിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ ഈ ലേസ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഭംഗി ഒന്നും കൂടി കൂട്ടണം. നമ്മൾ ഇത് വെച്ചിട്ടില്ലെങ്കിൽ കുറച്ചൊരു സിമ്പിൾ ഒരു ടോപ്പായി പോകുന്നുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു ലേസ് കൂടി പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ സ്ലീവ്സ് നമ്മൾ നല്ലൊരു ചെറിയ ഒരു സ്മോൾ പഫ് സ്ലീവ് വിത്ത് ഒരു സ്മോൾ ബെൽറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഞാൻ ക്ലോസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇവിടെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഞാൻ ക്ലോസ്ഡ് ആക്കി കൊടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് വേണോ, ബോ വേണോ, അതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്നും നോക്കിക്കോളൂ. കണ്ടില്ലേ, അതുപോലെ ഈ ഒരു ടോപ്പിന് പകരം നമുക്ക് ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഈ ഒരു മെറ്റീരിയലിൽ തന്നെ. ഇനി ഈ മെറ്റീരിയൽ അല്ലാണ്ട് മെറ്റീരിയൽ ഡിഫറൻസിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. പക്ഷേ സ്കേർട്ട് ഞാൻ എന്തായാലും പറയാം, ഇതിൻ്റെ കൂടെ നന്നായിട്ട് പോകുന്നത് ഈ ഒരു സ്കേർട്ട് തന്നെയാണ്. കാരണം നമ്മളൊരു ട്രഡീഷണൽ ലുക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു കോമ്പിനേഷനാണ് ഗോൾഡൻ പ്ലസ് ഗ്രീൻ റെഡ് എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഇതുപോലെ ഒരു ഷോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്താൽ നല്ല അടിപൊളി ധാവണി സെറ്റായിട്ട് ഇത് മാറും. അപ്പോൾ ടോപ്പ് എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ ഇതൊരു ക്രോപ്പ് ടോപ്പ് മോഡലിൽ തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലൊരു ഷോളും കൂടി വെച്ചാൽ നിങ്ങൾക്ക് ധാവണിയായിട്ട് കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം, പട്ടുപാവാടയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷോൾ ഒഴിവാക്കിയിട്ട് പട്ടുപാവാടയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 in 1 യൂസ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഈ ഷോളിൻ്റെ ഈ ഒരു അഡീഷണൽ കോസ്റ്റ് മാത്രമേ വരുള്ളൂ. അതും കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയവരുടെ പോലെ വലിയൊരു പീസൊന്നും ഷോളിന് വേണ്ടി വേണ്ട. അപ്പോൾ അതിൻ്റെ ചെറിയൊരു റേറ്റാണ് അതിൻ്റെ കൂടെ ആഡ് ആവുള്ളൂ. അപ്പോൾ ഷോളിനും 1-2 ടൈപ്പ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഷിഫോൺ മെറ്റീരിയലിൽ
നമ്മുടെ ഫോയിൽ പ്രിന്റ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത് ഷോളിന് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ നമ്മളുടെ ധാവണി സെറ്റ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഒരു സ്കേർട്ടിന്റെ കൂടെ ഇത് മാത്രമല്ല ഇതിന്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഷോൾ അതുപോലെ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. കാരണം മെറ്റീരിയൽസ് എല്ലാം പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേ നമ്മളുടെ അടുത്തൊരു ഇത് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പ് നമ്മൾ മറ്റൊരു ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തതാണ് ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ കൂടെ നന്നായിട്ട് തന്നെ ഇത് ടോപ്പ് ഇതിന് പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു മോഡൽ ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ടോപ്പിൻ്റെ മോഡലുകൾ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ട്രഡീഷണൽ മോഡേൺ ലുക്ക് അങ്ങനെ വന്നു. അത് നല്ല രസമുണ്ട്. കണ്ടില്ലേ, നല്ല രസമായിട്ട് തന്നെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെയും ഇത് പ്ലെയിൻ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഏത് കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും. അത് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ഈവൻ പേസ്റ്റൽ ഷെയ്ഡ്സും ഭംഗിയുണ്ടാവും. പക്ഷെ നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഈ ഒരു മോഡൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇതുപോലെ അടുത്തൊരു ടോപ്പ് നമുക്ക് പെയർ ചെയ്തതാണ് ഇതുപോലെ കുറച്ചൊരു ഹൈനെക്കായിട്ട് ചെയ്തിട്ടുള്ള, കംപ്ലീറ്റ് ഹൈനെക്ക് അല്ല, ബട്ട് ഒരു ഹൈനെക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗ്രീൻ ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത്. കണ്ടില്ലേ, അതാ ഞാൻ പറഞ്ഞു ഒരു എല്ലാ കളറിലും നമുക്ക് ഇത് അവൈലബിൾ ആണ്. അപ്പം ഇതൊരു വൈൻ ഷെയ്ഡാണ്. ഇതും ഇതുപോലെ സിംപ്ലി ഒരു ടോപ്പും ഇതായിട്ട് നമുക്ക് മതി. വേറെ ഓവർ വർക്ക് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അപ്പോൾ എല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് റേറ്റ് കേട്ടിട്ട് അത് നമുക്ക് ചിലപ്പോൾ കൂടുതൽ ലേസ് യൂസ് ചെയ്തുകൊണ്ടോ മെറ്റീരിയൽ ഡിഫറൻസ് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ റേറ്റ് ആയി പോയാലും നമുക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഏത് ക്ലോത്തിൽ ചെയ്ത് തരാൻ പറ്റുന്നുള്ളൊക്കെ സജഷൻസ് തരാൻ പറ്റും. അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഞാൻ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത ധാവണി സെറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളുടെ ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള സ്കേർട്ടാണ്. അതുപോലെ തന്നെ നിറയെ ഫ്ലോറൽ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ടോപ്പിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഷിഫോൺ മെറ്റീരിയലാണ്. ഫോയിൽ പ്രിൻറ്റ് വന്നിട്ടുള്ള ഷിഫോൺ മെറ്റീരിയലാണിത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സ്ക്രാച്ചൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ അതങ്ങനെ പോകണമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണിത്. ഈവൻ ഷോൾ ആണെന്നുണ്ടെങ്കിലും സെയിം മെറ്റീരിയൽ തന്നെ ഞാൻ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് വന്നിട്ടുള്ള ഷോളാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഇതിന് നെക്ക് കൊടുത്തിട്ടുള്ള വി നെക്കാണ്. വി നെക്കിൽ നമ്മൾ ഇതുപോലെ ഒരു ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ താഴെയും നമ്മളൊരു വി ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ നമ്മൾ നെക്കിലാണെന്നുണ്ടെങ്കിലും താഴ്വശത്താണെന്നുണ്ടെങ്കിലും ലേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലേസ് കറക്റ്റ് നമ്മളുടെ ആ ഒരു ഫോയിൽ പ്രിൻ്റ് അതിൻ്റെ കളറും അതുപോലെ സ്കേർട്ടിൻ്റെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡും ഒക്കെ ആയിട്ട് നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ലേസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഞാൻ പറയുന്നു, ഇത് നമ്മളുടെ കസ്റ്റമേഴ്സിനനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. ടോപ്പ് മോഡൽ വേറെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾക്കൊരു 3 ഓർഡർ ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. കാരണം മെറ്റീരിയൽസ് എത്രത്തോളം നമുക്ക് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇനി ബാക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കീ ഹോൾ കൊടുത്തിട്ടുണ്ട് റൗണ്ട് ഷേപ്പിൽ. അതുപോലെ ബാക്കിയെല്ലാം പ്രസ് ബട്ടൺസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കീ ഹോൾ ഒന്നും വേണ്ട, ജസ്റ്റ് ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആയിട്ട് മതിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തു തരാൻ പറ്റും. അതുപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പിന് പകരം വേറെ ഷേപ്സോ അല്ലെങ്കിൽ വലിയൊരു ബോ വെക്കണം എന്നുണ്ടെങ്കിലോ എല്ലാം നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. ഇതിൻ്റെ സ്കേർട്ട് വേസ്റ്റും ഞാൻ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബെൽറ്റായിട്ടോ അല്ലെങ്കിൽ ടൈ ചെയ്യാനുള്ള ഓപ്ഷനോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. അടുത്തത് നമ്മളുടെ ഒരു കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതൊരു ഡിസൈനർ ഫ്രോക്ക്, അതായത് ട്രഡീഷണൽ ആവണം എന്നാൽ ഒരു ഡിസൈനറും ആവണം എന്നുള്ളൊരു ഇതിൽ കസ്റ്റമർ തന്നിട്ടുള്ളതാണ് ഒരു ഒക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല വിട്ട് വരുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡ്, ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ബോർഡർ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. 2 ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പർ പോർഷൻ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ ബോർഡറിൻ്റെ കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രില്ലായിട്ടുള്ള സ്ലീവാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും റെഗുലറായിട്ട് കാണുന്ന പഫ് സ്ലീവോ അല്ലെങ്കിൽ സ്ലീവ്ലെസ് അങ്ങനെയൊന്നും അല്ലാണ്ട് ഈ ഒരു സ്ലീവ് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നല്ല ഫ്രിൽസിൽ തന്നെ നല്ല ഫ്രില്ലായിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രിൽസ്. അതുപോലെ സെൻറ്ററിലൊരു ലേസും നമ്മൾ എൻഹാൻസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു ലെയറിലും നമ്മൾ ലേസ് വെച്ചിട്ട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്ലോഷറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസ് ബട്ടൺ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. കോട്ടന്റെ ലൈനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുവിധം എല്ലാത്തിലും നമ്മൾ കോട്ടൺ ലൈനിങ് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാകും. കാരണം കുട്ടികൾക്ക് ഒരിക്കലും ഇറിറ്റേഷൻ ഉണ്ടാവരുത്. ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര കംഫർട്ടബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അപ്പൊ ഇത് രണ്ടില്ലേ, ഇനിയിപ്പോ നമുക്ക് ഇതുപോലെ 2 ലെയർ വേണ്ട, ഇങ്ങനെ സിംഗിൾ ലെയർ മാത്രമായിട്ട് നിങ്ങൾക്ക് ഫ്രോക്ക് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതുപോലെ നമുക്ക് ലേസ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അതുപോലെ നല്ല സ്ക്വയർ നെക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ നെക്കിന് പകരം നെക്ക് ഡിസൈൻസ് ഒക്കെ മാറ്റി വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് നമ്മളുടെ പുതിയൊരു മോഡൽ ഉള്ളത്. അപ്പൊ ഈ ഒരു ക്ലോത്ത് നമുക്ക് ഇപ്പൊ കറന്റ് അവൈലബിൾ ആണ്. വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ.